നീ എന്താ എന്നെ വിചാരിച്ചേ? ഞാൻ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞതാണോ? ഞാനൊരു കാര്യം പറഞ്ഞ അത് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. നീ എന്താ ഇവിടെ? നീ ഇവിടുന്ന് പോ. ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചു? എന്റെ വാക്കിന് അത്ര വിലയുള്ളൂല്ലേ? ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. നീ ഇതെന്തൊക്കെ പറയുന്നേ? നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? ഒന്നിറങ്ങി പോകുന്നുണ്ടോ? ഇപ്പൊ നിന്നോട് ഇങ്ങോട്ട് വരാൻ ആരാ പറഞ്ഞേ? പോവാനല്ലല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. വന്നതിന്റെ കാരണം ഇപ്പൊ കാണിച്ചു തരാം. നീ പറയുന്ന ഓരോ വട്ട് കേട്ടിരിക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ പോവാ. എങ്ങോട്ടാടി നീ പോകുന്നേ? രക്ഷപ്പെടാന്ന് കരുതിയോ? എനിക്ക് പോണം. ഞാനിത് ചെറിയോട് പറയാം. അപ്പോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അഹങ്കാരമൊക്കെ തീർന്നോ? ഇതെല്ലാം ആലോചിച്ച് നീ ഒരു ദിവസം കരയും. ഇത് മതിയായില്ലല്ലേ? കിടന്നു പോകണ്ട. ഇന്നത്തേക്ക് ഞാൻ വിടുക. ഇതൊക്കെ ഞാൻ സേറയോട് പറഞ്ഞാലോ? അപ്പ എന്റെ അമ്മൂമ്മയുടെ കാര്യോ? ഞാനെന്ത് ചെയ്യാ? എനിക്ക് വയ്യ. അന്നമ്മോ, ഓ ഉറങ്ങിയോ? എന്നാ പിന്നെ രാവിലെ പറയാം. ഇതെന്താ ഉറക്കാഞ്ഞമ്മേത്? എഴുന്നേറ്റേ? 5 more minutes, man. ഓഹോ, അപ്പൊ ഇനി വെള്ളം കോരി ഒഴിക്കണോ? ഇത്ര പെട്ടെന്ന് രാവിലെ ആയോ? ആയി ശരി. കുട്ടി മറ്റന്നാളൊരു പരിപാടി ഉണ്ടെന്ന കാര്യം മറന്നു പോകുന്നു. ഇനി നീയായിട്ട് ഓർമ്മിപ്പിക്കണ്ട. എന്റെ പൊന്നു കൊച്ചേ, ഡ്രസ് എടുത്തോ? ഇങ്ങനെ കളിച്ചു നടന്നോ? ഒരു കിളവൻ വന്നേക്കുന്നു. വേഗം റെഡിയായി വാ, കൊറേ പരിപാടി ഉള്ളതാ. ഫേറിനെ വായി നോക്കലല്ലേ? അതും ഇതിന്റെ കൂട്ടത്തിൽ നടത്തണം. വെറുതെ അല്ല കുട്ടിക്കോഴി രാവിലെ തന്നെ വന്നേക്കുന്നേ. നീ പോടി പോടി. ഓ ആയിക്കോട്ടെ. ഇന്നലെ നടന്ന കാര്യം ഞാൻ പറയണോ? പറഞ്ഞ എങ്ങനെ റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. തൽക്കാലം ഇതിനെ പറ്റി ആരോടും പറയണ്ട. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുരഞ്ഞു മിന്നൽ വള. കേട്ടിട്ടുണ്ടാവല്ലേ ദൈവമേ? ചിരിക്കല്ലേ ചിരിക്കല്ലേ. നിനക്കിട്ടുള്ളത് തരാം പട്ടി. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല. എന്തുവാ അന്നെ ഇത്? അതിന് നീ ഇവിടെ ഉള്ളത് ഞാൻ അറിഞ്ഞോ? എന്തായാലും നീ ഇവിടെ ഉള്ളത് എല്ലാവരും അറിഞ്ഞു. എല്ലാവരും മീൻസ് ദൈവമേ, വീട്ടിലെ പട്ടീനെയും കൂടെ വിളിച്ചോണ്ട് വരായിരുന്നില്ലേ? പറയാതിരിക്കുന്നില്ല. നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ മോള്. ഷോ, എനിക്ക് വയ്യ. ഐ ശരി, എങ്ങനെ ഇരിക്കണ്? ഷോ, എന്റെ കഴിവ് കണ്ടില്ലേ? അതെ, വല്ലാത്ത കഴിവ് തന്നെ. ചിരിക്കുന്നു. സംസാരിച്ച സമയം കളയണോ? ഡ്രസ് എടുക്കുന്നില്ലേ? ഉചിതമായ തീരുമാനം. അപ്പോ സെൽവിയും ജനയും
ഗാനമേള തുടങ്ങിയപ്പോഴേ ഇവിടെ ഉണ്ടായിരുന്നു. ശവത്തിനിട്ട് തന്നെ കുത്തണം. ഇതെങ്ങനെയുണ്ട്? കളറ് കൊള്ളത്തില്ല. അപ്പോ ഇതോ? ലെങ്ത് കൂടുതലാ. ഇതോ? അത് ഭയങ്കര ബേസിക്കാ. ഇതോ? അയ്യേ. ഇതോ? വൗ, ഇതടിപൊളി. ഞാനൊന്ന് ഇട്ട് നോക്കിട്ട് വരട്ടെ. ശരി എന്നാ. ലോക മഹാത്ഭുതം, ഇവൾക്ക് ഒരു ഡ്രസ് ഇഷ്ടമായി. എങ്ങനെയുണ്ട് എന്നെ കാണാൻ? സുന്ദരിയായിട്ടില്ലേ? ആനക്കുട്ടീനെ പോലെ ഉണ്ട്. അതൊരു കോംപ്ലിമെന്റ് ആയിരുന്നു. ഇത് തന്നെ സാധനം, ഉറപ്പിച്ചോ? പിന്നെ ഞാൻ ഏതിനെ കൂടെ വിളിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഫാമിലിയിലെ മെമ്പറൊന്നും അല്ലെങ്കിലും എന്റെയും അവളുടെയും ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. ഞങ്ങളുടെ എല്ലാ കാര്യം അറിയാം. അവനും കൂടെ വേണ്ടേ? ഇപ്പൊ എത്തും. ഓ, എന്നാ നാട്ടുകാരെ ഫുള്ള് വിളിക്കേ ഡ്രസ് എടുക്കാനായിട്ട്. ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ? ഹലോ ഗൈസ്. ഓ, തീർന്നില്ല, അപ്പോഴേക്കും വന്നു. ഹലോ അളിയ. ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നരുത്. നീ ഇങ്ങനെ അളിയാന്ന് വിളിക്കുമ്പോ എനിക്ക് എവിടെയോ കൊള്ളുന്നുണ്ടോന്നൊരു ഡൗട്ട്. ദൈവമേ, അത് എന്നെ ഉദ്ദേശിച്ചാണോ എന്നൊരു ഡൗട്ട്. എന്തായാലും എസ്കേപ്പ് ആവാം. ഹൗ ഡു ഐ ലുക്ക്? ഇവിടെ ആരും ഇല്ലേ? ജസ്റ്റ് ക്യൂട്ട് ആസ് ബിഫോർ. അത് ശരി, നിന്നോട് അഭിപ്രായം ഞാൻ ചോദിച്ചോ? എന്താ, എനിക്ക് അഭിപ്രായം പറയാൻ നാവില്ലേ? എന്നാ നാവ് കൊണ്ട് ചുരുട്ടി കൂട്ടിക്കള. എന്റെ കാര്യത്തിൽ അഭിപ്രായം പറയണ്ട. ഓ ആയിക്കോട്ടെ. എന്നാ നീ കണ്ണാടിയോട് അഭിപ്രായം ചോദിച്ചോ. അത് പറയും കൊള്ളത്തില്ലെന്ന്. നീ പോടാ. നീ ഓടി. ഇമാതിരി അഹങ്കാരം പിടിച്ചൊരു സാധനം. ഓ, എന്റെ സിൽവി, ആ സാരി കാണാൻ എന്ത് രസം. നിനക്കത് നന്നായിട്ട് ചേരും. ഞാൻ ഇട്ടു നോക്കിയേ. റീത്ത, നിനക്ക് ആ ചുവന്ന സാരി നന്നായിട്ട് ചേരും. നീ വന്നിട്ട് നോക്ക്. വർഷങ്ങളായിട്ട് പട്ടിണി കിടക്കുന്ന ഒരു പൂച്ചേനെ മീൻചന്തയിൽ കൊണ്ടുപോയി എങ്ങനെ ഇരിക്കും അതേപോലെ തന്നെ ഉണ്ട് നിങ്ങളുടെ കാട്ടായം. ഈ കട 8 കൊല്ലമായിട്ട് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൂ. അതിനു മുമ്പ് ഇതിവിടെ ഉണ്ടായിരുന്നോ ആവോ? അത് ശരിയാ, 8 കൊല്ലം മുമ്പ് ഞാനും ഇത് കണ്ടിട്ടില്ല. ഇനി ഇത് പുതിയത് വല്ലതുമാണോ? പുതിയതാവുന്നത് നല്ലതല്ലേ? എവിടെന്ന്? പുതിയതാണെങ്കിൽ അതിന്റെ ഒരു പാരമ്പര്യമൊന്നും ഉണ്ടാവത്തില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാറാം. അത് നല്ല തീരുമാനം. പിന്നെ കല്യാണത്തിനുള്ളത് നമ്മൾ മേടിക്കുമല്ലോ, അളവെടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുമല്ലേ. ഇവിടെ അതിലും വലുത്. എന്നതാ കൊച്ചി ഇവിടെ വെറുതെ നിൽക്കുന്നേ? പോയി ഡ്രസ് എടുക്ക്. നിനക്ക് വേണ്ടിയല്ലേ ഇവിടെ വന്നേ. കാട്ടായം കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിയാന്ന് പോലെ തോന്നുന്നുണ്ട്. ആയിക്കോട്ടെ, ഞാൻ പോയി എടുക്കാം. അത് കൊള്ളത്തില്ല. അയ്യേ, ഇത് കുഴപ്പമില്ല. ഇതും കുഴപ്പമില്ല. ഇതിലേതാ ഞാൻ ചൂസ് ചെയ്യാ? സിൽവിയാൻറ്റി, എനിക്കിതിലേതാ ചേരുന്നേ? നീ എന്തിനാണ് വെച്ച എന്നോട് ചോദിക്കുന്നേ? നീ ദേവിയോട് ചോദിക്കി. എന്റെ നിന്റെ അല്ലല്ലോ കല്യാണം. പിന്നെ അതിലും ഭേദം എന്റെ വീട്ടിലെ പട്ടിയോട് ചോദിക്കുന്നതാ. ഇവിടെ ഉണ്ടായിരുന്നോ കോപ്പ്? എന്താ ആന്റി ഇവിടെ ഒരു വാക്ക് തർക്കം? എന്റെ സഹായം വല്ലതും വേണോ? ഇതെല്ലാം മണത്തറിഞ്ഞു വരുക. അതൊന്നുമില്ലടാ കൊച്ചേ. ഇതില് രണ്ടിലും അവൾക്ക് ഏതാ ചേരുന്നേന്ന് ചോദിച്ചതാ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ നിന്റെ അല്ലല്ലോ കല്യാണം, നീ ദേവിയോട് ചോദിക്കാൻ. എന്തായാലും നീ വന്നില്ലേ, ഇനി നീ തന്നെ പറഞ്ഞോ. ഓ, ഈ 2 ഡ്രസ്സിലും ഇതിലാ ചുമന്ന ഡ്രസ് ഇവൾക്ക് നന്നായിട്ട് ചേരും. അത് ശരിയാ, ആ ഡ്രസ് അവൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. നിനക്ക് എല്ലാം അറിയാലോടാ കൊച്ചേ.
എല്ലാം അറിയാം. ഇനിയും ഒരുപാട് അറിയാനുണ്ട്. നീ പോയി അത് ഇട്ട് നോക്ക്. എനിക്ക് ഗോൾഡ് ഇഷ്ടമായത്. ഇത് ലേഡീസിന്റെ ഡ്രസ്സിംഗ് റൂമാണ്. എന്താണ് നിന്റെ വിചാരം? ഇവിടെ ഇപ്പൊ ആരുമില്ല. ഇനി ഇങ്ങോട്ട് ആരും വരാനും പോകുന്നില്ല. ഈ ഫ്ലോർ ഫുള്ള് ബുക്ക് ചെയ്തേക്കാം. പിന്നെ ഞാൻ ആദ്യമായിട്ടൊന്നല്ലല്ലോ കാണുന്നേ. അന്ന് ഗൗണിന്റെ ലെങ്ത് എടുക്കാൻ വന്നപ്പോഴും കണ്ടതല്ലേ. വലിയ നാണം കാണിക്കേണ്ട ആവശ്യമില്ല. പറ്റില്ല, നീ പോ. വലിയ വാശി കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇന്നലെ രാത്രി സംഭവിച്ചത് വേണമെങ്കിൽ ഒന്നും കൂടെ സംഭവിച്ചേക്കാം. നീ ഇതാർക്ക് വേണ്ടി ഇങ്ങനൊക്കെ കാണിക്കുന്നേ? ഞാൻ നിന്നോട് വീണ്ടും വീണ്ടും പറയുക, ഞാനിത് ആർക്കും വേണ്ടിയല്ല ചെയ്യുന്നത്. ഞാനിത് എനിക്ക് വേണ്ടി തന്നെ ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പോയ എന്റെ മാനത്തിന് വേണ്ടി. മോളധികം സംസാരിക്കാതെ ഡ്രസ് ഇടാൻ നോക്ക്. പറ്റില്ല. കിടന്നു പോകണ്ട. ഇന്നത്തേക്ക് ഞാൻ വിടുക. ഞാൻ എന്താ ചെയ്യാ? ഞാനത് ആരോട് പറയാ? ഞാൻ എന്ത് ചെയ്യും? അയ്യോ, എനിക്ക് മുള്ളാൻ മുട്ടണു. മേക്കപ്പ് ഇടാൻ തുടങ്ങിയില്ല, അതിനു മുമ്പേ അലമ്പാൻ തുടങ്ങി. കൊച്ചിനോട് മേക്കപ്പ് ഇടുന്നതിന് മുമ്പല്ലേ അത് ചോദിച്ചത്. അപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ? അതിനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഇവിടെ എഴുന്നേറ്റാ മതി. അവൾക്ക് അത് തന്നെ വേണം. വലിയ ജാട കാണിച്ചിരുന്നതല്ലേ. मुझको ये मैंने दुआएं की, हर लम्हा ये दिल ने ही तुझसे वफाएं की, साथ छूटे ना ये इरादा है, जो भी है अपना आधा आधा है. എനിക്ക് വയ്യ. ഐ എം സോ എക്സൈറ്റഡ് ഫോർ ദിസ് ഡേ. ഞാനും ഇന്ന് രാത്രി ഞാൻ അടിച്ച് പൊളിക്കും. എന്റെ കാര്യം എന്താവോ എന്തോ. അന്ന് നടന്നത് ഒന്നും കൂടെ നടക്കില്ലെന്ന് എന്താ ഉറപ്പ്? ഇനി അതിനു വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നേ? അല്ലാതെ പിന്നെ എന്തിനായിരിക്കും? ഐ എം സോ എക്സൈറ്റഡ്. മാഡം ഇവിടെ അപാര ചിന്തയിലാണല്ലോ. ഒന്നുമില്ല, ഞാനിങ്ങനെ കുറെ ആൾക്കാരെ കാണേണ്ടതല്ലേ, അതാലോചിച്ചതാ.
तू मिल जाए मुझको, ये मैंने दुआएं की। हर लम्हा ये दिल ने ही तुझसे वफाएं की। साथ छूटे ना ये इरादा है, जो भी है अपना आधा आधा है, ऐसा लगता क्यों। ഞാനിന്ന് ഇവിടെയാണല്ലോ സ്റ്റേ. ഞാൻ ഇവിടെ അടിച്ച് പൊളിക്ക്. എന്റെ ദൈവമേ, ഇവളിത് എന്റെ സന്താനം തന്നെയാണോ? അന്ന ടേക്ക് ഇറ്റ് ഈസി, ഇറ്റ്സ് ഓൾ റൈറ്റ്. അന്നമ്മയുടെ മുഖത്തെന്താ ഒരു മ്ലാനത? എനിക്കെന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് കുഴപ്പമില്ല. നീ കള്ളം പറയണ്ട, നന്നായിട്ട് കാണുന്നുണ്ട്. എന്തായിടി കുഴപ്പം? നിനക്ക് വേണ്ടെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടി ഇതൊക്കെ നടത്തിയേ? ചിലപ്പോ വീട് മാറി നിൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടായിരിക്കും. നീ എന്നാ ഇന്ന് വരണ്ട, നീ ഒരു ദിവസം കൂടി ഇവിടെ നിൽക്ക്. ഓക്കെ ആയിട്ട് നാളെ വന്നാ മതി. പിന്നെ നാളെ അങ്ങോട്ട് വരുമ്പോ ഈ സങ്കടമൊക്കെ മാറ്റി വെച്ചിട്ട് വേണം വരാൻ, കേട്ടോ? എന്താ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതെങ്ങനെ ശരിയാവും? അവിടെയല്ലേ നിക്കണ്ടത്? അത് ശരിയാവും.